ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് ഈദിൻ്റെ അന്ന് രാവിലെയാണ് കേട്ടോ. അന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പൊറോട്ടയും ബീഫ് റോസ്റ്റും പിന്നെ സേമിയ പായസമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം നിസ്കരിച്ചു. അതിന് ശേഷം സയൻ്റെ സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നായിരുന്നു സയൻ്റെ സ്കൂളിൽ ബാഗ് കൊടുക്കുന്നുണ്ടായിരുന്നത്. ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ആയിരുന്നു. അപ്പോൾ ഒരു 9:30-ക്കായിരുന്നു പ്രോഗ്രാം വെച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ എത്തിയപ്പോൾ 10 മണിയായിട്ടോ. അപ്പോൾ പ്രോഗ്രാം തുടങ്ങി പകുതി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സയൻ്റെ പേര് വിളിച്ചപ്പോഴത്തേക്കും സയൻ ബാഗൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിന് മുൻപ് കുറച്ച് വീഡിയോസ് പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഷെയർ ചെയ്തതുകൊണ്ടാണ് ഈദ് വ്ളോഗ് ലേറ്റ് ആയത് കേട്ടോ. അപ്പോൾ ഇനിയും 2 വീഡിയോസ് ഉണ്ട് പെൻഡിങ്. അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു ഈദിൻ്റെ വീഡിയോ ഇനി ഇട്ടില്ലെങ്കിൽ ലേറ്റ് ആയി പോകുമല്ലോ. പിന്നെന്താ അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങിയപ്പോൾ സയന് കുറച്ച് നേരം ഒന്ന് കളിക്കണം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ സയൻ അവിടെ കുറച്ച് നേരം കളിച്ചിട്ടുണ്ടായിരുന്നു. ആ ബാഗിൻ്റെ കിറ്റ് കിട്ടിയതിന് ശേഷം വേറെ ആർക്കും പിടിക്കേണ്ട, സയൻ പിടിച്ചോളാം എന്നിട്ടാണ് സൈക്കിളിലെ പുറകെ വെച്ചുകൊണ്ട് ഓടിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തോ വലിയ ഗിഫ്റ്റാണെന്ന് കണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൽ ബുക്സ് ആണെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അൺബോക്സ് ചെയ്താലാണ് അതൊരു വിശ്വാസം വരുള്ളൂ കേട്ടോ സയന്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മളിപ്പോൾ സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ പോകുന്ന വഴിക്ക് ഫുഡ് മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ സ്കൂളിൽ പോകുന്നതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കാനുള്ള ടൈമൊന്നും കിട്ടിയില്ല. അങ്ങനെ സയൻ വീട്ടിലെത്തിയതിന് ശേഷം ആ ബോക്സ് തുറന്നു നോക്കി. അപ്പോൾ അതിനകത്തൊരു ബാഗും ക്യാപ്പും പിന്നെ ഒരു സ്കൂൾ ഡയറി ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഇയറിലെ ബാഗ് യെല്ലോയും റെഡും കളറായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ബ്ലാക്കും യെല്ലോ ആണ് കേട്ടോ. പിന്നെ ക്യാപ്പും ഓറഞ്ച് കളറാണ്. അങ്ങനെ അപ്പോൾ ലഞ്ചിന് വേണ്ടിയിട്ട് ഗീ റൈസും ചിക്കൻ കറി പിന്നെ കുറച്ച് നൂഡിൽസ് ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ രാവിലത്തെ കുറച്ച് സേമിയ പായസം ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞു. പിന്നെ നെക്സ്റ്റ് ഡേ രാവിലെ വാപ്പ വീട്ടിൽ നിന്ന് ഇറച്ചി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് മൺഡേ രാവിലെയാണ് കേട്ടോ. റെഡി? അപ്പോൾ സയാന് 9-ാം തീയതിയാണ് സ്കൂൾ ഓപ്പൺ ആയത്. അപ്പോൾ അന്ന് സയൻ ഫ്രഷൊക്കെ ആയി ഡ്രസ്സൊക്കെ മാറി സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്നാക്ക് ബോക്സിൽ ആപ്പിൾ കട്ട് ചെയ്തതാണ് കൊടുത്തു വിടുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ സയൻ്റെ ബാഗൊക്കെ റെഡിയാക്കി വെള്ളമൊക്കെ നിറച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ എണീച്ചപ്പോൾ ചെറിയൊരു മടി ഉണ്ടായിരുന്നു കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞാനും ഹസ്ബൻഡുമാണ് സയനെ സ്കൂളിൽ വിടുന്നത് കേട്ടോ. അന്ന് വാൻ വരില്ല, നെക്സ്റ്റ് ഡേ മുതലാണ് വാനുള്ളൂ. അപ്പോൾ ഇന്ന് ഞങ്ങളാണ് സ്കൂളിൽ വിടാൻ പോകുന്നത്. അപ്പോൾ അത് പറഞ്ഞപ്പോഴത്തേക്കും സയൻ കുറച്ച് ഹാപ്പിയായി, മൂഡ് ഓഫൊക്കെ മാറി. നേരത്തെ വിളിക്കാൻ വരാമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഓക്കെ ആയിട്ടോ. അപ്പോൾ അവർക്ക് രാവിലെ 9:30 മുതൽ 1:15 വരെയാണ് ക്ലാസ് ഉള്ളത് കേട്ടോ. ഉച്ച വരെയുള്ളൂ. അപ്പോൾ ലഞ്ചൊന്നും കൊടുത്തു വിടണ്ട, രാവിലത്തെ സ്നാക്ക് മാത്രം കൊടുത്തു വിട്ടാൽ മതി. അങ്ങനെ സയൻ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ കൊണ്ടുവിടാൻ വേണ്ടി പോവാണ് കേട്ടോ. എവിടെ പോവാ സയൻ? LKG പോവാണോ? ബൈ. ചലോ സയൻ വാ. ബൈ ബൈ സയൻ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു 9 മണിയാകുമ്പോഴാണ് ഇറങ്ങുന്നത് കേട്ടോ. പിന്നെ സയൻ്റെ സ്കൂളിലേക്ക് ഇവിടെ നിന്നൊരു 20 മിനിറ്റ് മതി. പിന്നെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിലും ലേറ്റ് ആവും. അങ്ങനെ അപ്പോൾ സയൻ ഇറങ്ങാറായപ്പോൾ ബേബിനോട് പറയാണ് പോയിട്ട് വരാൻ ബായ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ബേബി ആയതിനു ശേഷം സമ്മർ ക്യാമ്പിന് പിന്നെ ഒരു മന്ത് വിട്ടിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോഴാണ് അവൻ ക്ലാസ്സിൽ പോകാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ബേബിനെ വിട്ടു പോകാൻ കുറച്ച് വിഷമമൊക്കെ ഉണ്ട്. അങ്ങനെ സയാൻ്റെ സ്കൂളെത്തി. സയാനിപ്പോൾ ഈ ഇയർ LKGയിലാണ് ചേർത്തിയത്. അവിടെ എത്തിയിട്ട് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഒരുപാട് പാരൻസും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് അവനെ തിരിച്ച് വിളിച്ചു കൊണ്ടിരുന്ന ആ ഒരു ടൈമിലാണ് കേട്ടോ. അപ്പോൾ തിരിച്ച് വരുമ്പോൾ കയ്യിലൊരു ബട്ടർഫ്ലൈയും ഒരു ലോലിപ്പോപ്പും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഹാപ്പിയാണ്. കാരണം നഴ്സറിയിൽ പഠിപ്പിച്ച മിസ് തന്നെയാണ് ഇപ്പോൾ LKGയിലുള്ളത്, രാഖി മിസ്. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമുള്ളൊരു മിസ്സാണ് കേട്ടോ. ഇതൊക്കെ പറഞ്ഞു അടിപൊളിയായിരുന്നോ? എന്തൊക്കെ പറഞ്ഞു മിസ്? പുതിയ ഫ്രണ്ട്സിനൊക്കെ കിട്ടിയാ? എന്താ പേര്? ഫ്രണ്ട്സിന്റെ പേര് പറ. ചിരാഗ് ഉണ്ടാ? മിസ് എന്ത് പറഞ്ഞു? പ്രസന്റ് മിസ് പറഞ്ഞ അറ്റൻഡൻസ് എടുത്താ?
ആണോ? ഫോട്ടോ എടുത്താ? ഹാപ്പിയാണോ? ആട്ടെ. മിസ്സിന്റെ പേരെന്താ ജയൻ? ആ, ആരുടെ കൂടെ ഇരുന്നത്? ഇതിന്റെ കൂടെയാ? അന്ന് ഞങ്ങൾ ലഞ്ച് പുറത്തുനിന്നാണ് കഴിച്ചത്. ഞാനൊരു ഫിഷ് കറി മീൽസാണ് പറഞ്ഞത് കേട്ടോ. സ്പെഷ്യലായിട്ടൊരു ചിക്കൻ ഫ്രൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡ് ഒരു നാസി ഗോറാങ്ങ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നവരെ ബൈ. താങ്ക് യു.